അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ 2020 അടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF. അതിന് അവർക്ക് അനുകൂലമായി വരുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് താനും. LDFിന്റെ പ്രതിനിധി വരട്ടെ, അപ്പോൾ അവരും ഇത്രയും പറയില്ലെങ്കിലും എങ്കിലും ഞങ്ങൾക്ക് മോശമില്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ജനവിധിയിലെന്ന് പറയുമായിരിക്കും. പക്ഷേ BJPക്ക് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ ജനവിധി കാണുമ്പോൾ, ഈ ഒരു ജനങ്ങളുടെ ഈ ഒഴുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? BJPക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു വലിയ വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ രണ്ട് മുന്നണികൾ രണ്ട് സ്ഥാനാർത്ഥികളെ വീതം ഓരോ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? നരേന്ദ്രമോദിയെ എതിർക്കാനാണ്, BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ്. അങ്ങനെ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആത്മാർത്ഥമായ ഒരു നീക്കമാണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ എന്തിനാണ് ഒരു മണ്ഡലത്തിൽ BJPക്കെതിരെ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ലല്ലോ. അതായത് അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയാണല്ലോ. മറിച്ച് ചെയ്യാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പാർട്ടികളുടെ നിലനിൽപ്പിന്റെ കാര്യമുണ്ട്. കേരളം അതിൽ വ്യത്യസ്തമാണല്ലോ ശ്രീ ജയസൂര്യൻ. നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് കടന്ന് ചിന്തിക്കണ്ടല്ലോ. പക്ഷേ ആ വോട്ടുകൾ ആര് സമാഹരിക്കും? അതായത് ഈ മോദി വിരുദ്ധ വോട്ടുകൾ ആര് സമാഹരിക്കും? BJP ഭയം വോട്ടാക്കി മാറ്റാൻ ആർക്ക് കഴിയും? അതിന്റെ മത്സരമാണല്ലോ. അതിലാണ് ജയം അവകാശപ്പെടുന്നത് UDF. നിങ്ങൾക്കതിൽ ഈ രണ്ട് സീറ്റുകൾ തിരുവനന്തപുരവും തൃശ്ശൂരും അത് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എത്രത്തോളം പ്രകടമാണ്? അതിന് വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വസ്തുതകൾ വെച്ച് പറയണം. അതായത് വസ്തുതകൾ വെച്ച് തന്നെ പറയാം. BJPയുടെ ഗ്രോത്ത് കേരളത്തിൽ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഗ്രോത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 3 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 50,000 വോട്ടിന് താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തവണ ആയപ്പോഴത്തേക്കും അത് 1 ലക്ഷത്തിനടുത്തേക്ക് 1 ലക്ഷത്തിന് മുകളിലേക്കും വന്നു. 1.25 ലക്ഷം വരെ വന്ന ആലപ്പുഴ പോലെയുള്ള മണ്ഡലമുണ്ട്. ഏതാണ്ട് 46,000 വോട്ടുണ്ടായിരുന്നത് 1.25 ലക്ഷം 1.85 വരെ ആയിട്ടുണ്ട് ആലപ്പുഴ. അതുപോലെ പല മണ്ഡലങ്ങളിലും 1/2 ലക്ഷത്തിന് താഴെ ഉണ്ടായിരുന്ന BJP വോട്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുകയും അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന ഈ ഇലക്ഷനിൽ ആ ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ 3.5 ലക്ഷം വരെ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത NDAക്ക് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് LDFും UDFും അവരെപ്പോഴും ഒരു 2%, 1% കൂടി വന്നാൽ 4-5% ഒരു സ്വിംഗിലാണ് ഈ ജയപരാജയങ്ങളും സീറ്റുകളുടെ എണ്ണവും മാറി മറിയുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ തിരുവനന്തപുരം ഉദാഹരണമായി എടുക്കാം. തിരുവനന്തപുരത്ത് 2019 സമാനമായ പോളിംഗ് ആണ് ഇന്ന് ദൃശ്യമായത്. പ്രത്യേകിച്ച് ഈ അന്ന് നിങ്ങളെ കൈവിട്ട ആ തീരമേഖല അല്ലെങ്കിൽ നിങ്ങളുടെ സാധ്യതകൾ ഇല്ലാതാക്കിയ 2019നേക്കാൾ 2014 സാധ്യതകൾ ഇല്ലാതാക്കിയ തീരമേഖല, അത് വിധി എഴുതിയിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിലാണ്. ഉയർന്ന പോളിംഗ് ആയിരുന്നു തീരമേഖലയിൽ ഇത്തവണയും. ഒരു പ്രതീക്ഷയും നിങ്ങൾക്കില്ലാത്ത ഒരു മേഖലയാണല്ലോ. അപ്പോൾ ഇത് ഈ 2019 ആവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന വരുന്നു എന്നുള്ളതാണ് ഹരിയുടെ അവകാശവാദം. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ്. ന്യൂനപക്ഷങ്ങൾ കൈവിടുന്നു BJP എന്നാണ്. BJP ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയും BJPയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലേ? അങ്ങനെ അവർ ആശ്വസിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ UDFന് ഇത്തവണ അനുകൂലമല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ച് പ്രധാനമന്ത്രിയാകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് കേരള ജനത കൊടുത്തിരുന്നു. എന്നാൽ ഇത്തവണ ആ ഇമ്പോർട്ടൻസ് കേരള ജനത പോയിട്ട് കോൺഗ്രസ്സുകാർ പോലും കൊടുക്കുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമോ ഇന്ത്യ മുന്നണിയുടെയോ കോൺഗ്രസിന്റെയോ നേതൃത്വമോ ഒന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ കവച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന് ഇന്നത്തെ കേരള ജനത വിശ്വസിക്കുന്നില്ല. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. പക്ഷെ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഈ വോട്ടെടുപ്പിനൊക്കെ മുമ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മെനയുന്ന ആ സമയത്താണല്ലോ ഈ CPMഉം BJPയും തമ്മിലുള്ള ഒരു രഹസ്യബന്ധം, അതിനുള്ള ചരടുവലികൾ നടത്തിയത്. അത് തന്ത്രപരമായ സമീപനമായിരുന്നു. അതിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ അതിപ്പോൾ ഓരോ ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ CPMനെ സഹായിച്ചുകൊണ്ട് ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് സ്വന്തമാക്കുക, ആ തന്ത്രം ഫലവത്തായില്ല എന്നല്ലേ ഇപ്പോൾ പുറത്തു വരുന്ന ഇത്തരം വെളിപ്പെടുത്തലുകളിലൂടെ മനസ്സിലാവുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും പൂർണ്ണമാണ് എന്ന് കരുതേണ്ടതില്ല. കോൺഗ്രസിനകത്ത് നിന്നും CPMനകത്ത് നിന്നും ധാരാളം നേതാക്കന്മാർ എങ്ങനെ BJPയിൽ കയറാം എന്ന് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കൂടോടുകൂടി ഒന്നടങ്കം BJPയിലേക്ക് വന്ന പാരമ്പര്യമാണ് CPMനുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത്.
അപ്പൊ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇപ്പോഴത്തെ ശ്രമം എങ്ങനെയെങ്കിലും മുങ്ങുന്ന ഞങ്ങളുടെ കപ്പലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് BJP-യിലേക്ക് ചേക്കേറുക, അതിനുള്ള എല്ലാ വഴികളും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേരള ജനതയുടെ മുമ്പിൽ അനാവൃതമായിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതൊക്കെ കേരള ജനത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു വിധിയെഴുത്ത് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയില്ലല്ലോ. ചർച്ച നടന്നിട്ടുണ്ട്, കാരണം ശോഭ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്ല, ചർച്ചകൾ ഈ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും BJP-ക്ക് അകത്തേക്ക് കയറാനുള്ള ചർച്ചകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും പുറത്തറിയുന്നു, പലതും പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഏക പ്രതീക്ഷ BJP-യാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ കാലഘട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് അധികാരമുള്ള പാർട്ടിയിലേക്ക് മാറുക എന്നുള്ള കാഴ്ചപ്പാട് കോൺഗ്രസ് CPM എന്ന വ്യത്യാസമില്ലാതെ എല്ലാ മുന്നണിയിലെയും എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. ശരി, എന്തായാലും ഈ ഒരു ചർച്ചയെക്കുറിച്ച് EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ നടത്തിയ ചർച്ച അതെന്തായാലും ജയരാജൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും അതിലില്ല എന്ന് ജയരാജൻ പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് ജയരാജൻ അക്കാര്യം പറയണമായിരുന്നോ എന്നുള്ളതാണ് CPM-നുള്ളിലും ചർച്ചയായിരിക്കുന്നത്.